ക്ഷണിച്ചിട്ട് തന്നെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആശാ സമരവേദിയിൽ എത്തിയതെന്ന് സ്ഥിരീകരിച്ച ആശാ വർക്കേഴ്സ്. സുരേഷ് ഗോപി മാത്രമല്ല, മറ്റെല്ലാ രാഷ്ട്രീയ നേതാക്കളെയും ക്ഷണിച്ചിരുന്നു. CPM നേതാക്കൾ മാത്രമാണ് വരാത്തതെന്നും സമരസമിതി നേതാവ് എസ് മിനി 24നോട് പറഞ്ഞു. അതായത് ഞങ്ങൾ ഈ സമരം തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ സമരപന്തലിലുള്ള ആളുകൾ, ആശാ വർക്കർമാർ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ ഉൾപ്പെടുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഓരോ ആശാ വർക്കർമാരും അവരവരെ കാണാൻ പറ്റുന്ന നേതാക്കളെ പോയി കാണുകയും സമരപന്തലിൽ ക്ഷണിക്കുകയും ഈ സമരത്തോടൊപ്പം നിൽക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ ഭാഗമായി ചില ആശാ വർക്കർമാർ അവർ തന്നെ എഴുതി തയ്യാറാക്കിയൊരു നിവേദനം, നമ്മളുടെ ഡിമാൻഡുകൾ വെച്ചുകൊണ്ട് ഒരു എഴുതി തയ്യാറാക്കിയൊരു നിവേദനവുമായി സുരേഷ് ഗോപിയുടെ വീട്ടിൽ പോയി കണ്ടിരുന്നു. അവരെ ക്ഷണിച്ചിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് അപ്പോൾ വരാൻ കഴിയില്ലെന്നാണ്. പക്ഷേ പിന്നീട് അദ്ദേഹം വരികയും ചെയ്തു. എല്ലാ പാർട്ടിയിൽപ്പെട്ട മുസ്ലിം ലീഗ് നേതാക്കളെ കണ്ടിട്ടുണ്ട്, കോൺഗ്രസ് നേതാക്കളെ കണ്ടിട്ടുണ്ട്, എന്നിട്ട് ഇടതുപക്ഷക്കാരായ നേതാക്കളെ വരെ പല ആളുകളും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇടതുപക്ഷ നേതാക്കൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ പന്തലിൽ വന്നു. ക്ഷണിച്ചിട്ടാണ് താൻ സമരവേദിയിൽ എത്തിയതെന്ന് ഇന്നലെ സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു. ഇന്നലെ സുരേഷ് ഗോപി പറഞ്ഞുകൂടി കാണാം. അവരുടെ അടുത്തേക്ക് ചെന്നത് എൻ്റെ വീട്ടിൽ വന്ന് എന്നെ ക്ഷണിച്ചിട്ട് തന്നെയാണ് ഞാൻ ചെന്നത്. ഒന്ന് വരണം, ഞങ്ങളെ അവിടെ വന്നൊന്ന് അഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ യാത്ര തിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു തിരിച്ച് എത്തുന്ന ദിവസം ഞാൻ വരാമെന്ന് പറഞ്ഞു ചെന്നു. അജീഷ് കുമാർ വാർത്തയുടെ ഒരുങ്ങളുമായി. അജീഷ്, ഒരുപാട് നേതാക്കൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഒരുപാട് നേതാക്കൾ അതിനുശേഷം വലിയ വലിയ മാസ് ഡയലോഗ് ഒക്കെ പ്രതികരണത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ഇടപെടാൻ കഴിയുന്ന മേഖലകളിൽ സജീവമായി ഇടപെടുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് മറുപടി. ഈ പറയുന്ന കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട കാര്യം കേന്ദ്രം ചെയ്യുന്നില്ല, സംസ്ഥാന സർക്കാരിന് ചെയ്യാവുന്ന കാര്യം സംസ്ഥാന സർക്കാരും ചെയ്യുന്നില്ല. അതാണ് ഈ പറയുന്ന ആര് വന്നു പോയി എന്നതിനപ്പുറമുള്ള ആത്യന്തികമായ സമരവേദിയിലെ യാഥാർത്ഥ്യം. അജീഷ്, ഹാഷ്മി പറഞ്ഞത് തന്നെയാണ് ഈ സമരം കൂടുതൽ ശ്രദ്ധയെ ആകർഷിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, അല്ലെങ്കിൽ ഇത് സുരേഷ് ഗോപിയുടെ സന്ദർശനം തന്നെയായിരുന്നു. സുരേഷ് ഗോപി ഇവിടെ സന്ദർശിച്ച് അന്ന് നമ്മൾ കണ്ടതാണ്, ഈ മഴയത്തിരുന്ന ആശമാർക്ക് റെയിൻകോട്ടും കുടയും നൽകുന്നു. അതിന് പിന്നാലെ CATU നേതാക്കൾ നടത്തിയ പ്രതികരണം, ഇടതുപക്ഷ നേതാക്കൾ നടത്തിയ ആ പരിഹാസമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഡൽഹിയിൽ പോയി താൻ ആശമാർക്ക് അനുകൂലമായിട്ടുള്ള നേട്ടവുമായി തിരിച്ചു വരും എന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞിരുന്നത്. പക്ഷേ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനവും പിന്നീട് ഈ 43 ദിവസം ഇതിനിടയിലും ഉണ്ടായില്ല. ഇതിനിടയ്ക്ക് ആരോഗ്യമന്ത്രിയുടെ പാർലമെന്റിൽ ഒരു പ്രതികരണം മാത്രമായിരുന്നു ഒരു ആശാവഹമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായത്. അതായത് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുമെന്നുള്ളൊരു പ്രതികരണം മാത്രമായിരുന്നു. പക്ഷേ പിന്നീടും അതിൽ ഉത്തരവൊന്നും ഇറങ്ങിയിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഈ സുരേഷ് ഗോപി ഈ നിലപാടുകൾ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സംസ്ഥാനത്തിന് പെട്ടെന്നൊന്നും സംസ്ഥാന സർക്കാരിന് ഇതിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല. ഒരു നിലപാട് മാറ്റം സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. അത് ചോദിച്ചപ്പോഴാണ് ആശമാർ ക്ഷണിച്ചത് തന്നെയാണ് താൻ അങ്ങോട്ടേക്ക് പോയതെന്ന് പറഞ്ഞത്. പിന്നീട് അതിൽ ഒരു വിശദീകരണം തിരക്കിയപ്പോഴാണ് ഈ സമരസമിതി നേതാക്കൾ നേരിട്ടല്ല, അതായത് ഈ ഒരുപാട് പേർ പല സ്ഥലങ്ങളിൽ നിന്ന് എത്തിയ ആശമാർ അവർക്കറിയാവുന്ന അല്ലെങ്കിൽ അവർക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന നേതാക്കളെ സമീപിച്ച് പിന്തുണ നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ അവർ സ്വന്തമായി തയ്യാറാക്കിയ നിവേദനം അവർക്കറിയാവുന്ന നേതാക്കളെ നേരിട്ട് കണ്ട് നൽകുകയായിരുന്നു. അക്കൂട്ടത്തിൽ സുരേഷ് ഗോപി ഉണ്ടായിരുന്നു. ഈ നൽകിയ സമയത്ത് അദ്ദേഹം ഡൽഹിക്ക് പോകുന്ന തയ്യാറെടുപ്പിലായിരുന്നുകൊണ്ട് നൽകിയതിന് പിറ്റേന്ന് തന്നെ എത്തിയില്ല. പിന്നീട് ഒരു ദിവസമാണ് അദ്ദേഹം ഈ സമരപ്പന്തൽ അപ്രതീക്ഷിതമായി സന്ദർശിക്കാൻ എത്തിയത്. അതായിരുന്നു ആശമാരും സുരേഷ് ഗോപിയും പറഞ്ഞത്. ഇക്കാര്യം തന്നെയാണ് ആശാ വർക്കേഴ്സിന്റെ സമരസമിതി നേതാക്കളും സ്ഥിരീകരിക്കുന്നത്. എന്തായാലും ഇതിലൊന്നും ഈ ആരൊക്കെ വന്നു പോയി എന്നുള്ളതിൽ ഒരു കാര്യവുമില്ല. നിലവിൽ 43 ദിവസം കഴിഞ്ഞിട്ടും കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയോ ഒരു ഉത്തരവോ പോലും ഒരു നിലപാട് സ്വീകരിക്കാൻ ഇതുവരെ നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.